കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ മമതാ സർക്കാരിനെ വിമർശിച്ച് സുപ്രീം കോടതി. സംസ്ഥാനത്ത് ക്രമസമാധാന നില ആകെ തകർന്നതായി കോടതിയുടെ വിലയിരുത്തൽ. സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. കൊൽക്കത്തയിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം സ്വമേധയാ പരിഗണിച്ച സുപ്രീം കോടതി വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. സാഹചര്യങ്ങളിൽ മാറ്റം വരാൻ ഇനിയുമൊരു സ്ത്രീപീഡനത്തിന് കാത്തുനിൽക്കാനാവില്ലെന്ന് വിശദീകരിച്ച കോടതി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ദേശീയതലത്തിൽ 10 അംഗ ദൌത്യസേനയെ നിയോഗിച്ചു. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ ചിത്രങ്ങളും പേരും അടങ്ങുന്ന വിശദാംശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇത് നിയമവിരുദ്ധ നടപടിയെന്നും സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി. സംഭവത്തിൽ മമതാ ബാനർജി സർക്കാരിനെ വിമർശിച്ച കോടതി സമാധാനപരമായി നടക്കുന്ന സമരത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടരുതെന്ന് നിർദ്ദേശിച്ചു. പെൺകുട്ടി കൊല്ലപ്പെടുന്നത് ഓഗസ്റ്റ് 9 പുലർച്ചെയാണ്. മൃതദേഹം വൈകുന്നേരം 8:30 കുടുംബത്തിന് കൈമാറി. എന്നാൽ FIR ഇട്ടത് രാത്രി 11:30 ശേഷമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. FIR ഇടാൻ ഇത്രത്തോളം വൈകിയതെന്തെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സംഭവത്തെ ആത്മഹത്യയാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലും കൂട്ടരും മാതാപിതാക്കളെ മൃതദേഹം കാണിക്കുന്നതിൽ ബോധപൂർവം കാലതാമസം വരുത്തിയെന്നും കോടതി വിമർശിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പാർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി CBIയോട് നിർദ്ദേശിച്ചു. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയാണ് കേസ് CBIക്ക് കൈമാറിയത്. ജനം, ഡൽഹി.